മൂന്നാം നാൾ ഗലീലയിലെ കാനാവിലൊരു കല്യാണമുണ്ടായി. കല്യാണമെന്ന് പറഞ്ഞാൽ അന്നും ഇന്നും എല്ലാവർക്കും സന്തോഷമാണ്. അതൊരു കുടുംബം തുടങ്ങുന്നു, ഒരു കുടുംബത്തെ ദൈവം പണിയുന്നു എന്നുള്ളതിനപ്പുറം കുടിക്കാനും കഴിക്കാനും ഉള്ളത് കൊണ്ട് എക്സ്ട്രാ സന്തോഷമാണ്. അന്ന് അതിനേക്കാൾ വലിയൊരു കാര്യം ചെയ്തു, വെള്ളം വീഞ്ഞായി. വെള്ളം വീഞ്ഞായതിനെക്കുറിച്ച് മൂന്നാം നാളിനെക്കുറിച്ചും യോഹന്നാൻ 2 കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും. അപ്പോൾ വെള്ളത്തെ വീഞ്ഞാക്കിയതോ കുടിച്ചതോ കഴിച്ചതോ അല്ല. വീണുപോയ മനുഷ്യ, നീ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. വീഞ്ഞു കുടിച്ചവനെപ്പോലെ നീ ആർപ്പിടും. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശം നിന്റെ നാവിൽ ദൈവം തരും. ഹൃദയത്തിൽ നിന്ന് സന്തോഷം പുറത്തേക്ക് ഒഴുകും. മനുഷ്യനായി വന്ന ദൈവത്തിൻ്റെ ജീവൻ നിന്നിൽ പകരും. ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകും. 3-ാം ദിവസം ഉയർപ്പിൻ്റെ ദിവസം, ഉയർപ്പിൻ്റെ ശക്തി പ്രാപിക്കേണ്ട ദിവസം.